ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന നാളെ, അന്തിമ ചിത്രം വ്യാഴാഴ്ച തെളിയും. ഗുരുവായൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പ്രകടനം ഒഴിവാക്കിയാണ് ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പണത്തിനെത്തിയത്. താൻ മതേതരവാദിയാണെന്ന് ഗോപാലകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. പത്മജ വേണുഗോപാലിന്റെ പ്രചാരണത്തിനെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കും. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി അനൂപാണ് മരിച്ചത്. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. മത്സ്യകൃഷിക്കായി വലകെട്ടിമറച്ച പതിയാരം കാവാലം ചിറാക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് 12,425 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഒരു പവൻ സ്വർണ്ണത്തിന് 99,450 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി പൂർത്തിയായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ ഔദ്യോഗിക കണക്ക് വൈകിട്ട് ലഭിക്കും. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. അന്തിമ ചിത്രം വ്യാഴാഴ്ച തെളിയും. ജില്ലയിൽ 13 മണ്ഡലങ്ങളാണുള്ളത്. ജില്ലയിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം 6 പ്രവൃത്തി ദിവസമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയം ലഭിച്ചത്. ഇനി 15 ദിവസം മാത്രമാണ് പ്രചാരണത്തിനുള്ളത്. ഏപ്രിൽ 7-ന് പരസ്യപ്രചരണം അവസാനിക്കും. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. പുതുക്കാട് ഒല്ലൂർ നിയമസഭാ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുതുക്കാട് NDA സ്ഥാനാർത്ഥി A. നാഗേഷ് ജില്ലാ രജിസ്ട്രാർ PK ബിജു മുൻപാകെയും, ഒല്ലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇന്ദു നായർ P മുൻപാകെയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുൻ കേന്ദ്രമന്ത്രി ഭഗവത് ഗുബ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP സംസ്ഥാന കൌൺസിൽ അംഗം A. ഉണ്ണികൃഷ്ണൻ, ലീഗൽ സെൽ ജില്ലാ കോർഡിനേറ്റർ A. ഗുരുവായൂരപ്പൻ എന്നിവർക്കൊപ്പമെത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ഇരു സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുൻപാകെ 3 സെറ്റ് പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, DCC ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി, സതീഷ് വിമലൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട UDF-നോടൊപ്പം നിൽക്കുമെന്നും തോമസ് ഉണ്ണിയാടൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ UDF ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥിയായി ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വളരെ നല്ല നിലയിലുള്ള ഒരു മുന്നേറ്റം ഇരിങ്ങാലക്കുടയിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ എന്നോടൊപ്പം ബഹുമാനിയനായിട്ടുള്ള ജാക്സേട്ടൻ ഉൾപ്പെടെയുള്ള വിമലൻ, ആന്റോ പെരുമ്പള്ളി, ഉദയഗിരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെയാണ്. കുന്നംകുളം മണ്ഡലം BDJ സ്ഥാനാർത്ഥി KR റെജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തഹസിൽദാർ അബ്ദുൾ നാസർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനായി എത്തിയത്. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സഹദേവൻ, ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പുളിക്കൽ, ജനറൽ സെക്രട്ടറി പ്രഭാകരൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം PK ബിജു തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.
വടക്കാഞ്ചേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനവുമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ MC അനുപമൻ മുൻപാകെ 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. വിവാദമായ ഹിന്ദു MLA പരാമർശത്തിൽ ഉറച്ച് NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെങ്കിൽ താൻ മതേതരവാദിയാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന VD സതീശനും കോൺഗ്രസും മതേതരവാദികളാണെങ്കിൽ താനും മതേതരവാദിയാണ്. പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യമുണ്ടാക്കുന്ന പിണറായി വിജയന്റെ LDF മതേതരമാണെങ്കിൽ താനും മതേതരവാദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി VD സതീശന് എന്ത് ഡീലാണുള്ളതെന്ന് വെളിപ്പെടുത്തണമെന്നും ഗുരുവായൂരിൽ ഏറ്റവുമധികം വികസനം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരാണെന്നും കുടിവെള്ളം പോലും മലിനമായ രീതിയിലാണ് ഗുരുവായൂരെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് മതേതരത്വമാണെങ്കിൽ B. ഗോപാലകൃഷ്ണനും മതേതരത്വവാദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തോളിലേറ്റുന്ന VD സതീശനും കോൺഗ്രസും മതേതരത്വമാണെങ്കിൽ മതേതരത്വവാദികളാണെങ്കിൽ BJP B. ഗോപാലകൃഷ്ണനും മതേതരത്വവാദിയാണ്. NDFന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കുന്ന പിണറായി വിജയന്റെ LDF മതേതരത്വമാണെങ്കിൽ B. ഗോപാലകൃഷ്ണനും മതേതരത്വവാദിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഇന്ത്യക്കെതിരെ ഒളിയമ്പ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള VD സതീശന്റെ ഡീൽ എന്ത് എന്ന് VD സതീശൻ തുറന്നു പറയണം. പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തന സൗകര്യം, കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നതാണ് പിണറായി വിജയനും VD സതീശനും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും PDP ആയിട്ടും പോപ്പുലർ ഫ്രണ്ടായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള VD സതീശന്റെ ഡീലും പിണറായി വിജയന്റെ ഡീലും അവർ വെളിയിൽ പറയണം എന്ന് BJP ആവശ്യപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. പാലക്കാട് ശോഭ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി തൃശൂരിലെത്തുക. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി കളരിക്കൽ വിജയന്റെ മകൻ 42 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെ പെരുമ്പിലാവ് പ്രിയ സെന്ററിനടുത്തായിരുന്നു അപകടം. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് ഭാഗത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനൂപ്. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. കാരിക്കുളം ചെട്ടിയാൻതൊടി അബ്ദുൾ സമദിന്റെ മകൻ മുഹമ്മദ് റാഫിക്കാണ് പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാരിക്കുളം ജാറം വഴിയിലായിരുന്നു അപകടം. റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിൽ പാഞ്ഞു വന്നിടിക്കുകയായിരുന്നു. മേഖലയിലെ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ല. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്ത് പുലിയും കാട്ടാനയും ഭീതി വിതയ്ക്കുന്നതിന് പിന്നാലെയാണ് കാട്ടുപന്നി ശല്യവും പെരുകുന്നത്. മാള കോട്ടമുറിയിൽ നിയന്ത്രണം തെറ്റിയ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച ശേഷം വീടിന്റെ ഗേറ്റ് തകർത്തു. ഇന്ന് പുലർച്ചെ 1 അപകടം. സംഭവത്തിലാർക്കും പരിക്കില്ല. തലൂരിൽ ശ്രീനാരായണ സ്റ്റോപ്പിന് സമീപം ടയർ പൊട്ടിയതിനെ തുടർന്ന് തടി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ലോറി മറിഞ്ഞ് പാമ്പുക്കാടൻ ചന്ദ്രന്റെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. വൈദ്യുതി തൂണുകളും ഒടിഞ്ഞു വീണു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്.
മത്സ്യകൃഷിക്കായി വല കെട്ടിമറിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെ വലകൊണ്ട് ചുറ്റും കെട്ടിയടച്ച് മത്സ്യകൃഷി നടത്തുന്നതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കുളത്തിലെ മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടത്. 500 രൂപ പ്രതിവർഷ പാട്ടത്തിനാണ് 4 ഏക്കർ വരുന്ന കാവാലം ചിറക്കുളം സംരംഭക ഗ്രൂപ്പിന് മത്സ്യകൃഷിക്ക് നൽകിയത്. ഇതോടെ കുളം വല ഉപയോഗിച്ച് ചുറ്റിനും പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലം ചിറ പുനർനിർമ്മാണം നടത്തിയത്. പരിസരവാസികൾക്ക് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതിക്കായും പ്രാദേശിക മത്സ്യബന്ധനം നടത്തുന്നതിനുമായാണ് കുളം പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ മത്സ്യം വളർത്തലിന് കുളം വിട്ടു നൽകിയതോടെ പ്രദേശവാസികൾക്ക് കുളത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടുവെന്ന് പരാതിപ്പെട്ടാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്. പഞ്ചായത്തിന്റെ മേശപ്പുറത്തും 150 പേര് ഒപ്പിട്ട പരാതി ഇരിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അതിന്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പരാതി ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവര് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി ഞങ്ങൾ വെച്ച പരാതിക്ക് റീപ്ലൈ തരാതെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റീപ്ലൈ കൊടുത്തുകൂടെ ആർക്കും പരാതി ഇല്ലാന്ന്. ഒരു കുളക്കടവ് തുറന്നെങ്കിലും ഇവിടെ എണ്ണ, സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്ന നിബന്ധനയും വച്ചതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പലതവണ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ജില്ലാ തദ്ദേശ ഭരണ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 7 ദിവസത്തിനുള്ളിൽ കുളം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ഉത്തരവ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് കുളം മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. TCV എരുമപ്പെട്ടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഉച്ചയ്ക്ക് ശേഷം 3200 രൂപ കുറഞ്ഞ് പവന് 99,450 രൂപയായി. ഗ്രാമിന് 400 രൂപ കുറഞ്ഞ് 12,425 രൂപയായി. ഇന്ന് മാത്രം 7,560 രൂപയാണ് പവന് കുറഞ്ഞത്. ജനുവരി 4 ശേഷം ആദ്യമായാണ് സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്ക് പോകുന്നത്. രാജ്യാന്തര വിലയിലുണ്ടായ ഇടിവാണ് കേരളത്തിലും സ്വർണ്ണവില കുറയാൻ കാരണം. LDF മണലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം പൂത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങിൽ നടന്ന കൺവെൻഷനിൽ CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, മുരളി പെരുന്നെല്ലി MLA, LDF കൺവീനർ TV ഹരിദാസൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാംപറമ്പിൽ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI ജില്ലാ കൌൺസിൽ അംഗം PK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ പോരാട്ടവും അതോടൊപ്പം അധികാരത്തിൽ ഭരണത്തിലിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ സ്ഥാനാർത്ഥി സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വരന്തരപ്പള്ളി ഇഞ്ചക്കുണ്ടിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇഞ്ചക്കുണ്ട് സ്വദേശി പാനിക്കുളം വീട്ടിൽ ആൽബിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇഞ്ചക്കുണ്ട് സ്വദേശി വട്ടപ്പാറയ്ക്കൽ ശ്യാം രാജനാണ് വെട്ടേറ്റത്. ശ്യാം രാജന്റെ അച്ഛനും ആൽബിന്റെ സുഹൃത്തുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ തർക്കം നടന്നത്. പരസ്പരം വെല്ലുവിളി നടക്കുന്നതിനിടെ ആൽബിൻ വീട്ടിൽ നിന്ന് വെട്ടുകത്തി കൊണ്ടുവന്ന് ശ്യാം രാജനെ വെട്ടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൽബിന്റെ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ, നേതാക്കളായ VK രഘുസ്വാമി, PS സുനീഷ്, അമ്പലപ്പാട്ട് മണികണ്ഠൻ, അജു നെല്ലുവായ്, കബീർ കാഞ്ഞിരക്കോട്, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. LDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, CPI സംസ്ഥാന കൌൺസിൽ അംഗം VS പ്രിൻസ്, CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചേലക്കര നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, CPI ജില്ലാ കൌൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി ഷാജി ആനത്തോട്ടം, NCPS ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, RJD ജില്ലാ സെക്രട്ടറി PG കൃഷ്ണൻകുട്ടി, സ്ഥാനാർത്ഥി UR പ്രദീപ്, കേരള കോൺഗ്രസ് B ജില്ലാ സെക്രട്ടറി V സുമേഷ്, CPM ചേലക്കര ഏരിയ സെക്രട്ടറി T ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. 1001 അംഗ ജനറൽ കമ്മിറ്റിയും അതിൽ 151 പേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി ചേലക്കര മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. NDA പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി A നാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്തുതല കൺവെൻഷൻ ഇത്തുപ്പാടത്ത് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം A ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് സുധീർ വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. A നാഗേഷ്, BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, സെക്രട്ടറി രാമദാസ് വയലൂർ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, ജില്ലാ സമിതി അംഗം ശ്രീധരൻ കളരിക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാവറട്ടിയിൽ പ്രവർത്തനം തുടങ്ങി. UDF സംസ്ഥാന നേതാവ് ഡോക്ടർ അബ്ദു സമദ് സമദാനി MP ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യ രാഷ്ട്രീയത്തിന്റെ കൊടിയടയാളമായ TN പ്രതാപനിലൂടെ മണലൂർ UDF തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഡോക്ടർ MP അബ്ദു സമദ് സമദാനി അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന അലിവും ആർദ്രതയുമുള്ള TN പ്രതാപൻ മണലൂരിലെത്തുമ്പോൾ അതൊരു ചരിത്ര നിയോഗം കൂടിയാണ്. വികസനത്തെക്കുറിച്ച് ഏറ്റവും മികച്ച കാഴ്ചപ്പാടുകൾ കൂടിയുള്ള പൊതുപ്രവർത്തകനാണ് ഇദ്ദേഹമെന്ന് പ്രതാപനെ നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകുന്നതാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാനുള്ള അവസരത്തിനായി ജനം കാത്തിരിക്കുകയാണെന്നും സമദാനി കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് നേതാവ് ASM അസ്ഗർ അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KK ബാബു, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PJ ജോസ്, CI സെബാസ്റ്റ്യൻ, RA അബ്ദു മനാഫ്, NJ ജിയോ, ബെന്നി തലക്കോട്ടൂർ, ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ്, CC ശ്രീകുമാർ, PK രാജൻ, ഋഷി പൽപു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം UDF ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, KC മൊയ്തുട്ടി, പ്രസാദ് പുലിക്കോടൻ, C മുരളി, MM ബാബു, K ജയശങ്കർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഗഫൂർ കടങ്ങോട് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മതിലകത്ത് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സോണിയ ഗിരി, PS മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ, PB മൊയ്തു, MP ജോബി, CS രവീന്ദ്രൻ, CJ പോൾസൺ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് PH മഹേഷ് എന്നിവർ സംസാരിച്ചു. ഇവിടെ നമ്മുടെ ഈ മേഖലയെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കായി പ്രവർത്തിച്ചത്. അതിന് മനോഹരമായൊരു കെട്ടിടം അവിടെ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ സേവനം കോവിഡിന്റെ മറവിൽ 6 വർഷമായി അടച്ചിട്ട NTC മില്ലുകൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലക്ഷ്മി മിൽ തൊഴിലാളികൾ പ്രതീകാത്മക പട്ടിണി സമരം നടത്തി. കമ്പനി ഗേറ്റിൽ സംഘടിപ്പിച്ച സമരം CITU നേതാവ് K ബാബു ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് ഷാജു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PV രാധാകൃഷ്ണൻ, സന്തോഷ് കുമാർ, PR സരിത, PV പ്രേംജിത്ത്, ജോയ്സി ജോസ്, സിന്ധു ഭായ് എന്നിവർ സംസാരിച്ചു. റെയിൽ 1 മെഗാ ആപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മെഗാ ഡ്രൈവ് സംഘടിപ്പിച്ചു. പിന്നണി ഗായിക ഇന്ദുലേഖ വാര്യർ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് കമേഴ്ഷ്യൽ മാനേജർ മീനാമ്പാൾ, കൃഷ്ണകുമാർ, കമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ അരുൺ കുമാർ എന്നിവർ പങ്കെടുത്തു.
യാത്രക്കാരുടെ ആവശ്യങ്ങൾ ഒരൊറ്റ ആപ്പിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുമെന്നും ടിക്കറ്റ് ബുക്കിംഗ്, ലൈവ് ട്രെയിൻ സ്റ്റാറ്റസ്, ഫുഡ് ഓർഡറിംഗ് തുടങ്ങിയവ നിരവധി ആവശ്യങ്ങൾ ഒറ്റ ആപ്പിൽ ലഭ്യമാകും. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ്, കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ്, പാറമേക്കാവ് കോളേജ് വിദ്യാർത്ഥികളും മെഗാ ഡ്രൈവിൽ പങ്കാളികളായി. തൃശൂർ ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം നടന്നു. ജില്ലാ സമ്മേളനം മോട്ടോർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CN രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, ഫെഡറേഷൻ പ്രസിഡന്റ് AC കൃഷ്ണൻ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി K ഹരീഷ് എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ ലക്കിടി റെയിൽവേ സ്റ്റേഷനു സമീപം പുഴമധ്യത്തിലെ പുൽക്കാടുകൾക്ക് തീപിടിച്ചു. ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. വേനൽ കടുത്തതോടെ ഭാരതപ്പുഴ ഭാഗത്ത് തീപിടുത്തം പതിവായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ടാണ്. നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം തടയുന്നതിനാവശ്യമുള്ള മുൻകരുതലുകൾ പൊതുജനങ്ങൾ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചാലക്കുടി പനമ്പിള്ളി കോളേജ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസിന് പിൻപിൽ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചു. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസിന്റെ പിന്നിൽ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചറാണ് ഇടിച്ചത്. മുന്നിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണം. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ 8 വർഷങ്ങൾക്കുശേഷം കിരീടം നേടിയ കേരള യൂത്ത് വനിതാ ടീം അംഗങ്ങൾക്ക് സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ബിജു രാജ്, അസോസിയേഷൻ ദേശീയ സംസ്ഥാന റഫറിമാരും മറ്റ് അസോസിയേഷൻ ഭാരവാഹികളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ പദ്ധതിയുടെ ഭാഗമായി വേലൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെ കൂട്ടായ്മയും സംയുക്താഭിമുഖ്യത്തിലാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. വാക്കത്തോൺ വേലൂർ അർണോസ് നഗറിൽ നിന്ന് ആരംഭിച്ച് വേലൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിൽ സമാപിച്ചു. മുൻ ദേശീയ ഫുട്ബോൾ താരം സോമി തോബിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K സുനിൽകുമാർ, തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ, ഡോക്ടർ ആനന്ദ്, സംഘാടകരായ TB സുരേഷ്, ശ്രീഷേന്ദുലാൽ, സന്താൾ ബോധി, ഷെഫീഖ് യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മത്തലകം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും പണ്ഡിതനുമായ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി മത്തലകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് ജമാൽ മുഹമ്മദ്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കൺവീനർ സുമയ്യ ഫൈസൽ, PV സുദീപ് കുമാർ, VR ഉല്ലാസ്, KB ബീന എന്നിവർ സംസാരിച്ചു. ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ ഗുരുസ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. സഭാ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK കൃഷ്ണാനന്ദ ബാബു അധ്യക്ഷത വഹിച്ചു. രാജീവ് നെടുകപ്പള്ളി, തന്ത്രി ബാബു, സഭാ ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഉണ്ണികൃഷ്ണൻ, നഗരസഭാ കൌൺസിലർ റസോജ ഹരിദാസ്, PP സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട സംഘടിപ്പിക്കുന്ന ഇന്നസെന്റ് സ്മൃതി സംഗമം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. സ്മൃതി സംഗമ സമ്മേളനം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ, ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ, ജോയിന്റ് കൺവീനർമാരായ മയൂഫ് KH, ഷിബു, ബദറുദ്ദീൻ, സെക്രട്ടറി ലൈജു വർഗീസ്, ട്രഷറർ ബിബിൻ രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൈക്കാട്ടുശ്ശേരി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി ദുർഗാദത്തൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി.
മേൽശാന്തി വിഷ്ണുരാജ് ഭട്ട്, ക്ഷേത്രം ഭാരവാഹികൾ, ക്ഷേത്രം മാതൃസമിതി നേതൃത്വം നൽകിയ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ദീപാരാധനയ്ക്കു ശേഷം കിണറ്റാമിറ്റത്ത് സതീശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സമൂഹാർച്ചനയും ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുൻപിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമായി പിടിക്കുക. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുക. ഒരു 6 നാഴിപ്പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ശശി, കുട്ടപ്പൻ എന്നിവരാണ് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 133 റാങ്ക് നേടിയ തൃശൂർ ചേറ്റുപുഴ സ്വദേശിനി ഡോക്ടർ ശ്രീലക്ഷ്മിയെ സാംസ്കാരിക പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ആദരം നിർവഹിച്ചു. മുൻ മേയർ IP പോൾ, അഡ്വക്കേറ്റ് S സജി, കോർപ്പറേഷൻ കൌൺസിലർ ബാബുരാജ്, K ഗോപാലകൃഷ്ണൻ, സന്തോഷ് കോലഴി, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, KP രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ പുതൂർക്കര തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ഏപ്രിൽ 1 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നീന്തൽ, ബാഡ്മിന്റൺ, ഷട്ടിൽ, ടേബിൾ ടെന്നീസ് തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലാണ് കോച്ചിംഗ് ക്യാമ്പ് നടക്കുക. സ്വിമ്മിംഗ് ക്യാമ്പ് 3 ബാച്ചുകളിലായിട്ടാണ് നടത്തുന്നത്. രജിസ്ട്രേഷൻ ഫീസും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C സുമേഷ്, വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PA ഹസൻ, KR സുരേഷ്, ഗിൽട്ടൺ, സെക്രട്ടറി TN സ്മിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല തീർത്ഥാടനം നടത്തി. രൂപതയിലെ വിവിധ ഇടവകയിൽ നിന്നുള്ള ആയിരങ്ങൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. രൂപത പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, വൈസ് പ്രസിഡന്റ് ജോസഫ് തെക്കൂടൻ, സെക്രട്ടറി ജിജോ തോമസ്, യൂത്ത് വിംഗ് കൺവീനർ സിജോ ബേബി, കത്തോലിക്ക കോൺഗ്രസ് രൂപത PRO ഷോജൻ ബി വിധേയത്തിൽ, ഷിബു ആട്ടോക്കാരൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 34ാം ജില്ലാ സമ്മേളനം പറപ്പൂരിൽ 25-26 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാലിഡേഷൻ ആക്ട് 2025 എന്ന കേന്ദ്ര നിയമം സംസ്ഥാനങ്ങളിൽ വരുന്നതോടെ ഭാവിയിൽ പെൻഷൻ പരിഷ്കരണം ഇല്ലാതാകുമെന്നും ഇതിനെതിരെ ഹർജി രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ സംഘടന ഒരുങ്ങുകയാണെന്നും സംഘാടകർ അറിയിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TM യോഹന്നാൻ, സെക്രട്ടറി K ചന്ദ്രമോഹനൻ, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ VK ഹാരിഫാബി, KM ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സാമ്രാജ്യത്വ ഭീകരന്മാരെ കുറ്റവിചാരണ നടത്തി. ലോക ഭീകരന്മാരായ ട്രംപിനെയും നെതന്യാഹുവിനെയുമാണ് ജനകീയ വിചാരണ ചെയ്തത്. അഡ്വക്കേറ്റ് PA പൌരൻ ഉദ്ഘാടനം ചെയ്തു. VA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആശ പ്രഭാകർ കുറ്റപത്രം വായിച്ചു. PN പ്രാവിൻ ആലിക്കൽ, മണികണ്ഠൻ, പ്രദീപ് കുമാർ, PP ജയപ്രകാശ് ഒളരി എന്നിവർ സംസാരിച്ചു. പോർഫ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ക ദിനം ആചരിച്ചു. ഡോക്ടർ TT പോൾ ഉദ്ഘാടനം ചെയ്തു. പോർഫ ജില്ലാ സെക്രട്ടറി സുരേഷ് വെങ്കിടങ്ങ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് AD ബെന്നി, വിൻസൻ അരിമ്പൂർ, ഷിദ്ധു ഏങ്ങണ്ടിയൂർ, സുരേഷ് പഴയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക മാറ്റിവെച്ച് 27 വർഷം കഴിഞ്ഞവരെയും ഡയാലിസിസിൽ 12 വർഷം പൂർത്തീകരിച്ചവരെയും വൃക്ക ദാനം ചെയ്ത് 15 വർഷം പൂർത്തീകരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. സൌജന്യ നേത്ര പരിശോധനയും നടത്തി. SSKയുടെ കളിയങ്കണം പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് കായികോത്സവം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക KA സുജിനി ദീപശിഖയ്ക്ക് തിരികൊളുത്തി. PTA പ്രസിഡന്റ് PT സുശാന്ത് ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകി. പ്രീ പ്രൈമറി കുട്ടികൾക്ക് കോൺവെക്കേഷൻ നടത്തി. MPTA അംഗം പ്രവീണ, ജിൻസി, സ്വാതി എന്നിവർ പങ്കെടുത്തു.
പാവറട്ടി റോയൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് സെക്രട്ടറി എഞ്ചിനീയർ VM ജെയിംസ് അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ MK അനിൽകുമാർ നേത്രദാന സമ്മതപത്രങ്ങൾ ഏറ്റുവാങ്ങി. KC ഖാദർമോൻ, സരിത രാജീവ്, ഉമ്മർ സലീം, OJ സെബാസ്റ്റ്യൻ, ഡോക്ടർ റോമിയോ ജെയിംസ്, പ്രീജോ ജോണി, ജീജഭായ് എന്നിവർ സംസാരിച്ചു. വാണിജ്യം. ഭക്ഷ്യപാനീയ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ അവിൽ പ്രോയുടെ പുതിയ ബ്രാഞ്ച് തൃശൂർ MG റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. MG റോഡിൽ ശങ്കരയ്യർ ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ച അവിൽ പ്രോ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഉടമ വാസൻ ദാമോദരന്റെ മാതാവ് ശാന്ത ദാമോദരൻ നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, ഡിവിഷൻ കൌൺസിലർ P സുകുമാരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാസൻ ദാമോദരൻ, ഫൈസൽ, ലിസി വാസൻ, വിജീഷ് കിഴക്കുംപാട്ടുകര, നൌഷാദ്, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ഏഷ്യാനെറ്റ് സകലകലാവല്ലഭൻ ഫെയിം മാളവിക സുരേഷിന്റെ മ്യൂസിക് ലൈവ് അരങ്ങേറി. കൊതിയൂറും ഫ്ലേവറുകളിലുള്ള അവിൽ മിൽക്കുകളായ നോർമൽ ഫ്രൂട്ട് ഡിലൈറ്റ്, ഡയറ്റ് സ്പെഷ്യൽ, ഡ്രൈ ഫ്രൂട്ട് ബ്ലെൻഡ്, ഡ്രൈ നട്ട് ബ്ലെൻഡ്, റിയൽ ഡിസ്കോഡ്, കിഡ്ബി, പ്രീമിയം ഡിലൈറ്റ്, ഫ്രഷ് ഫ്രൂട്ട് ബ്ലെൻഡ്, മൊജിറ്റോസ്, ബബിൾ ടീ, ഫ്രൂട്ട് ലൈം ബ്ലെൻഡ്, ഫലൂഡ, ലബനീസ് ഡെസേർട്ട് എന്നിവയും ആകർഷകമായ ഓഫറുകളിലുള്ള സ്വാദിഷ്ടമായ ചിക്കൻ വിഭവങ്ങൾ, സ്ട്രിപ്സ് മീൽസ്, വിങ്സ് മീൽസ്, ചിക്ക് പോപ്പ്, ടാക്കോസ്, റാപ്സ്, ലോഡഡ് ഫ്രൈസ്, ബർഗേഴ്സ്, സാൻഡ്വിച്ചസ് തുടങ്ങിയവയുടെ രുചിവൈവിധ്യം നിറഞ്ഞ കലവറയാണ് ഭക്ഷ്യപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓർഡർ ബുക്ക് ചെയ്യുന്നതിനും മറ്റു വിവരങ്ങൾക്കും 9400690690. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,425 രൂപ, പവന് 99,450 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന നാളെ, അന്തിമ ചിത്രം വ്യാഴാഴ്ച തെളിയും. ഗുരുവായൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പ്രകടനം ഒഴിവാക്കിയാണ് ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പണത്തിനെത്തിയത്. താൻ മതേതരവാദിയാണെന്ന് ഗോപാലകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. പത്മജ വേണുഗോപാലിന്റെ പ്രചാരണത്തിനെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കും. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി അനൂപാണ് മരിച്ചത്. പാലപ്പിള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. മത്സ്യകൃഷിക്കായി വല കെട്ടിമറച്ച പതിയാരം കാവാലം ചിറാക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് 12,425 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഒരു പവൻ സ്വർണത്തിന് 99,450 രൂപയായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.